Morning everyone. Then we are going to the next topic, that is computer generations. നമ്മൾ അന്ന് ഓഫ്ലൈനായിട്ട് ക്ലാസ് വെച്ചപ്പോൾ ജസ്റ്റ് കമ്പ്യൂട്ടർ ജനറേഷൻ ഒന്ന് പറഞ്ഞതാണ്. എന്താണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ജനറേഷൻ ഇൻ കമ്പ്യൂട്ടർ ടാസ്ക് ഈസ് എ സ്റ്റെപ്പ് ഇൻ ടെക്നോളജി. ജനറേഷൻ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജനറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയിൽ വരുന്ന അതിൻ്റെ സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പുകൾ, ടെക്നോളജിയിലത്തെ ഓരോ സ്റ്റെപ്പിനെയാണ് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ ഓരോ വർഷം വരുന്ന ആ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളെ, അതിൻ്റെ ആ സ്റ്റെപ്പിനെയാണ് പറയുന്നത് കമ്പ്യൂട്ടർ ജനറേഷൻ. ദർ ആർ 5 കമ്പ്യൂട്ടർ ജനറേഷൻസ് നോൺ ടിൽ ഡേറ്റ്. നമുക്ക് കാലങ്ങളായിട്ട് അറിയുന്നത് എത്ര ജനറേഷനാണ്? 5 ജനറേഷൻ. കമ്പ്യൂട്ടർ ജനറേഷൻ ചോദിച്ചാൽ മെയിനായിട്ട് വരുന്നത്, മെയിനായിട്ടല്ല, ടോട്ടലി വരുന്നത് 5 ജനറേഷനാണ്. അത് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ജനറേഷൻ ഇന്ന ഇയർ മുതൽ ഇന്ന ഇയർ വരെ, അങ്ങനെ ഓരോ ജനറേഷനെ ആദ്യം തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 5 ജനറേഷൻ. ഇനി എത്ര കാലം പോയാലും, ഈ ലോകം എത്ര കാലം പോയാലും ഇനി ആകെ ഉള്ളത് 5 ജനറേഷനാണുള്ളത്. ടോട്ടൽ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത് 5 ജനറേഷനാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ വാക്കൻ ട്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ദെൻ എന്താണ് ഇയർ കൊടുത്തിട്ടുള്ളത് 1940s to 1956 ജനറേഷൻ. നിങ്ങൾ വേറെ ബുക്കുകളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചില ഇയറിൽ കുറച്ച് മാറ്റങ്ങൾ ചിലതിൽ വരാം. ചിലതിൽ 1940 സ്റ്റാർട്ട് ചെയ്യും, ചിലതിൽ 1942 സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും നിങ്ങൾ ഒരു ഏകദേശ കണക്ക് പ്രകാരം ഇപ്പോൾ നിങ്ങൾ ഈ ബുക്കത്തത് വെച്ചാണ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, 1940s to 1956. പിന്നെ ഒന്നായിട്ട് പാരഗ്രാഫായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പോയിൻ്റ് ആയിട്ട് എഴുതി പഠിച്ചാൽ മതി അത് കേട്ടോ. ഫസ്റ്റ് ജനറേഷൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്, ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂസ്ഡ് വാക്വം ട്യൂബ്സ്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. വാക്വം ട്യൂബ്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത്. അതായത് ഫസ്റ്റത്തെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്ന സംഭവം വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ദെൻ ദ കോമ്പോണൻസ് വർ ജോയിൻഡ് ബൈ കോപ്പർ വയേഴ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ കോമ്പോണൻസിലേക്ക് ജോയിൻ ചെയ്തിരുന്നത്. ദ സൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ വാസ് വെരി ബിഗ് ആൻഡ് ദേ റിക്വയർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് പവേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, സൈസ് ലാർജ് ആണ്, അങ്ങനെ എഴുതി വെച്ചാൽ മതി. ലാർജ് സൈസ്, ദെൻ എന്താണ് മോർ ഇലക്ട്രിക് പവർ യൂസ്ഡ്, ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഈ 2 സെൻറ്റൻസിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, വാക്വം ട്യൂബ്സ് ആർ യൂസ്ഡ്, ദെൻ കോമ്പോണൻസ് ആർ ജോയിൻഡ് യൂസിങ് കോപ്പർ വയേഴ്സ്. അത് നിർബന്ധമല്ല, കോമ്പോണൻസ് യൂസ് ചെയ്യുന്നത് കോപ്പർ വയേഴ്സ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറയാൻ നിർബന്ധമല്ല. നിങ്ങൾ ഫസ്റ്റ് ജനറേഷന് എഴുതുമ്പോൾ എന്താണ് ഫസ്റ്റത്തെ പോയിന്റ് എഴുതണം, വാക്വം ട്യൂബ്സ് ആർ യൂസ്ഡ്, ദെൻ എന്താണ് വെരി ബിഗ് സൈസ് അല്ലെങ്കിൽ ലാർജ് ഇൻ സൈസ് എന്ന് കൊടുക്കുക, ദെൻ മോർ ഇലക്ട്രിക് പവേഴ്സ് യൂസ്ഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ, പോയിൻ്റ് ആക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ കോമ്പോണൻസ് വെച്ചാൽ നമ്മൾ മൗസ്, കീബോർഡൊക്കെ ഓരോ കോമ്പോണൻറ്റുകളാണ്. ഇതിലെന്തൊക്കെ കോമ്പോണൻ്റാണ് ഉണ്ടായിരുന്നത് അന്ന് മൗസൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ കീബോർഡും ഇല്ല, അതിനൊക്കെ പകരം യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് ഇതിൽ പറഞ്ഞു തരും. അപ്പോൾ എന്താണ് ആ സ്ഥാനത്ത് എന്തൊക്കെ കോമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്, അതിനൊക്കെ കണക്ട് ചെയ്തിരുന്ന കോപ്പർ വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ദെൻ എന്താണ് വലിയ സൈസാണ്. സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിനോളം വലുപ്പത്തിലാവാം, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു റൂമിൻ്റെ അത്രയെങ്കിലും വലുപ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്രത്തോളം വലുതായിട്ടാണ് അന്നത്തെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ദെൻ അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ഇലക്ട്രിക് പവേഴ്സ് ആവശ്യമുണ്ടായിരുന്നു. ദി ഫിലമെൻ്റ് യൂസ്ഡ് ഇൻ ദി കമ്പ്യൂട്ടർ ഹാഡ് ഷോർട്ട് ലൈഫ്, ഹെൻസ് ഫെയിലിയർ ഓഫ് ട്യൂബ്. ഫിലമെൻറ്റ്സ് എന്താണ് ഷോർട്ട് ലൈഫാണ്, അതുകൊണ്ട് എന്താണ് എപ്പോഴും എന്താണ് വാക്വം ട്യൂബ്സ് എപ്പോഴും എന്താണ് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. റിസൾട്ടിങ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി വർക്കിംഗ് ഓഫ് ദി കമ്പ്യൂട്ടർ വർ റെഗുലർ ഫീച്ചർ. ദി സ്പീഡ് ഓഫ് ഓപ്പറേഷൻ വാസ് വെരി സ്ലോ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, സ്പീഡ് എന്താണ്, വെരി സ്ലോ സ്പീഡായിരുന്നു ഉണ്ടായിരുന്നത്, വളരെ സ്ലോ ആയിട്ടായിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നത്. ഹാഡ് എ വെരി ലോ റിലയബിൾ ഫാക്ടർ. റിലയബിലിറ്റി എന്തായിരുന്നു, ലോ ആയിരുന്നു, സ്ലോ ആയിരുന്നു എന്നുള്ളത്. സ്പീഡ് ഈസ് വെരി സ്ലോ, ദെൻ എന്താണ് വെരി ലോ റിലയബിലിറ്റി. ഇത് രണ്ടും ഓരോ പോയിന്റുകളാക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് കമ്പ്യൂട്ടേഴ്സ് വേർ വെരി എക്സ്പെൻസീവ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, അങ്ങനത്തെ കമ്പ്യൂട്ടറിന് വളരെ എക്സ്പെൻസീവ് എന്ന് നെക്സ്റ്റ് പോയിന്റ് എന്താണ്, വെരി എക്സ്പെൻസീവ്. ഇൻ അഡീഷൻ ടു യൂസിങ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഇലക്ട്രിസിറ്റി, ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് എ ലോട്ട് ഓഫ് ഹീറ്റ്. ഒരുപാട് ഇലക്ട്രിക് പവേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം എന്താണ്, ഒരുപാട് ഹീറ്റും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു അവിടെ
എയർ കണ്ടീഷൻസിനൊക്കെ 1-2 എയർ കണ്ടീഷൻസൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടും. നമുക്ക് ചിന്തിക്കാൻ കഴിയും അതില്ലേ, ഒരുപാട് ഇലക്ട്രിക് പവേഴ്സ് ആവശ്യമായിരുന്നു. ഇങ്ങനെ വയേഴ്സും ഒരുപാട് വാക്വം ട്യൂബ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഹീറ്റ് ആവും. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ CPU-ൻ്റെ ഉള്ളിലൊരു ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അത് ഹീറ്റ് ആവാതെക്കാനാണ്, എപ്പോഴും അതിനെ കൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഈ സംഭവം അന്നത്തെ ഫസ്റ്റ് ജനറേഷൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത്രയും ലാർജ് ഇൻ സൈസായിരുന്നു. ഒരുപാട് വാക്വം ട്യൂബ്സ്, തൗസൻഡ്സ് ഓഫ് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എയർ കണ്ടീഷൻസ് യൂസ് ചെയ്യും. ഈ എയർ കണ്ടീഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രിക് പവേഴ്സ് ആവശ്യമാവും. ഇലക്ട്രിക് പവേഴ്സൊക്കെ ഇത്രയും ആവശ്യമാകുമ്പോൾ എന്താണ്? എക്സ്പെൻസീവ് ആവും. അത് ഒന്നൊന്നിനെ ബേസ് ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെയായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടേഴ്സ് കിടന്നിരുന്നത്. ദെൻ വിച്ച് വാസ് ഓഫൺ ദി കോസ്റ്റ് മാൽ ഫങ്ഷൻസ്, അതായത് അത് ആവശ്യമില്ല, നിങ്ങൾ എക്സ്പെൻസീവാണ്, അതുവരെ ഉള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഓൺ മെഷീൻ ലാംഗ്വേജ്. അവിടെ എന്താണ് യൂസ് ചെയ്തിരുന്നത്? അന്നത്തെ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അതായത് 0s and 1s മാത്രമേ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആ ഭാഷ മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. വേറൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? മെഷീൻ ലാംഗ്വേജാണ്. നമുക്ക് 3 ലാംഗ്വേജ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹൈ ലെവൽ, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ, ലോ ലെവൽ. അതിൽ ലോ ലെവലിൽ മെഷീൻ ലെവലും അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലെവൽ ലാംഗ്വേജാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നത്. ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ കമ്പ്യൂട്ടർ. ഓൺലി കമ്പ്യൂട്ടറിന് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ലോ ലെവൽ ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഇറ്റ് വുഡ് take operated days or even weeks to set up a new problem. ചിലപ്പോൾ എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് ഈവൻ ഒരു വീക്കിലെങ്കിലും എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല ആ കമ്പ്യൂട്ടർ കൊണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇൻപുട്ട് വാസ് ബേസ്ഡ് ഓൺ പഞ്ചഡ് കാർഡ്. ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് എന്താണ്? പഞ്ചഡ് കാർഡ്. അതുപോലെ തന്നെ പേപ്പർ ടാപ്പ്, ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്ത്. നമ്മൾ കീബോർഡൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് ഇവിടെ പഞ്ചർ കാർഡും അതുപോലെ തന്നെ ഈ പേപ്പർ ടേപ്പുമാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലി പ്രിൻ്റ് ഔട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മോണിറ്ററൊന്നും ഇല്ല. പകരം എന്താണ്? പ്രിൻ്റ് ഔട്ട് മാത്രം ഉണ്ടായിരുന്നത്. ദെൻ അന്നത്തെ കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? യൂണിവാക്ക് ആൻഡ് എനിയാക്ക് കമ്പ്യൂട്ടർ ആർ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഡിവൈസ്. അന്നത്തെ കമ്പ്യൂട്ടർ ഡിവൈസിന് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൽ പെട്ടതായിരുന്നു യൂണിവാക്കും എനിയാക്കും. അതിൽ യൂണിവാക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടു എ ബിസിനസ് ക്ലയൻറ്റ്. ബിസിനസ് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറായിട്ട് അറിയപ്പെടുന്നത് യൂണിവാക്കായിരുന്നു. US സെൻസസ് ബ്യൂറോ ആണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1951. ഓക്കെ, ഇത്രയാണ് ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, ദിസ് വൺ ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവിടെ കാണുന്നത് അത് മോണിറ്ററൊന്നുമല്ല കേട്ടോ, അത് അതിൻ്റെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്. തൗസൻഡ്സ് ഓഫ് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്ത് അതിൻ്റെ പിറകിലായിട്ട് കുറേ സാധനങ്ങളുണ്ടാവും അതിന് വേണ്ടിയിട്ട്. അത് പ്രവർത്തിക്കുന്ന രീതി അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നാണുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1956 to 63 വരെയായിരുന്നു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. 1956 to 1963. നിങ്ങൾ ഓരോ ജനറേഷൻ്റെയും ഇയർ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം എന്നാൽ 1956 മുതൽ 1963 വരെയാണ് സെക്കൻഡ് ജനറേഷൻ. അവിടെ യൂസ് ചെയ്തിരുന്ന സംഭവമായിരുന്നു എന്ത്? ട്രാൻസിസ്റ്റർ. The computer of this generation were characterized by the use of ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് വാക്വം ട്യൂബ്സിന് പകരമായിട്ട് അവിടെ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഫസ്റ്റത്തെ പോയിന്റ്, ഇൻസ്റ്റെഡ് ഓഫ് വാക്വം ട്യൂബ്സ്. നമ്മൾ ഓരോ ജനറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് എന്താണ് കമ്പയർ ചെയ്യുക. അതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഏതാണ് അതിനുമായിട്ടാണ് കമ്പയർ ചെയ്യുക. ഇനി സെക്കൻഡ് ജനറേഷൻ ഫുള്ള് കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ ആയിട്ടാണ്. അപ്പോൾ എന്താണ്? അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എല്ലാം എന്താണ്? നല്ല ഹൈ ആയിട്ടാണ് വരിക, വളരെ നല്ലതായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? വാക്വം ട്യൂബ്സിന് പകരം യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റർ ആയിരുന്നു. ദ ട്രാൻസിസ്റ്റർ വാസ് ഇൻവെൻറ്റഡ് അറ്റ് ബെൽ ലാബ് ആയിരുന്നു ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ 1947. ബട്ട് ഡിഡ് നോട്ട് സീ വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ കമ്പ്യൂട്ടർ അണ്ടിൽ ദ ലേറ്റ് 1950s.
1950s ശേഷമാണ് അത് എന്തായത് സ്പ്രെഡായിട്ട് തുടങ്ങിയത്. അതുവരെ എന്താണ് അത് അത്രത്തോളം വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. 1947 തന്നെ അത് എന്താണ് കണ്ടുപിടിക്കാൻ തുടങ്ങിയെങ്കിലും എന്താണ് 1950s ശേഷമാണ് അത് ഒത്തിരി അറിയപ്പെടാൻ തുടങ്ങി. ട്രാൻസിസ്റ്റേഴ്സ് വെർ ഹൈലി റിലയബിൾ. അപ്പോൾ എന്താണ് ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഹൈലി റിലയബിൾ ആയിരുന്നു കമ്പയർഡ് ടു ട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ വാക്വം ട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ ആയത് കാരണം ഹൈലി റിലയബിൾ ആണ്. സെക്കൻഡ് ജനറേഷൻ ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ വാസ് ഹൈലി റിലയബിൾ. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുക. സിൻസ് ഇറ്റ് ഹാഡ് നോ ഫിലമെൻറ്റ് ടു ബേൺ. അവിടെ എന്താണ് ട്രാൻസിസ്റ്റർ ആയത് കാരണം എന്താണ് ആസ് കമ്പയർ ടു വാക്വം ട്യൂബ്സ്. അവിടെ വാക്വം ട്യൂബ്സിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ അത്രത്തോളമൊന്നും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദി ട്രാൻസിസ്റ്റർ വാസ് ഫാർ സുപ്പീരിയർ ടു വാക്വം ട്യൂബ്സ് അലോങ് കമ്പ്യൂട്ടിംഗ് ടു ബിക്കം സ്മോളർ. നമ്മുടെ വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്യുക, തൗസൻഡ്സ് ഓഫ് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യുന്ന കാരണമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ അത്രയും വലുതായത്. ഇവിടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ സാധനം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ. ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്ന കാരണം എന്തായി, ഇത് സ്മോളറായി, ഫാസ്റ്ററായി, ചീപ്പർ. മറ്റേത് എക്സ്പെൻസീവ് ആയിരുന്നു, അത് ഇവിടെ എന്തായി ചീപ്പറായി. ദെൻ മോർ എനർജി എഫിഷ്യൻ്റായി ആൻഡ് മോർ റിലയബിൾ ആയി ദെൻ ദെയർ ഫസ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസർ. ഫസ്റ്റ് ജനറേഷന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മോർ റിലയബിളും മോർ എനർജറ്റിക്കും ഒക്കെ ആയിട്ട് മാറിയതെന്ന് പറയുന്നത് ചീപ്പറായിരുന്നു. ഒക്കെ ഇത് എന്താണ് ആസ് കമ്പയർ ടു ഫസ്റ്റ് ജനറേഷൻ. ദി ട്രാൻസിസ്റ്റർ സ്റ്റിൽ ജനറേറ്റഡ് എ ഗ്രേറ്റ് ഡീൽ ടു ഹീറ്റ് ദി സബ്ജക്റ്റഡ് ദി കമ്പ്യൂട്ടർ ടു ഡാമേജ്. കമ്പ്യൂട്ടർ ഡാമേജിൽ നിന്നും എന്താണ് ഇതിന് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് കാരണം മറ്റേതിൽ എന്താണ് ദിവസമോ അല്ലെങ്കിൽ വീക്കിലോ ഒക്കെ ഡാമേജ് വരുമായിരുന്നു, അത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് വാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഓവർ ദി വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത് സെക്കൻഡ് ജനറേഷനിൽ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ സ്റ്റിൽ റിലേഡ് ഓൺ പഞ്ച് കാർഡ് ഫോർ ഇൻപുട്ട്. ഇവിടെ എന്തായിരുന്നു പഞ്ച് കാർഡ് തന്നെയായിരുന്നു ഇൻപുട്ടിന് വേണ്ടിയിട്ടും, അതേമാതിരി തന്നെ പ്രിൻ്റ് ഔട്ട് തന്നെയായിരുന്നു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും. അത് രണ്ടും മാറ്റമല്ല. സെക്കൻഡ് ജനറേഷനിലും പഞ്ച് കാർഡും ഇൻപുട്ട് ചെയ്യാനും ദെൻ പ്രിൻ്റ് ഔട്ട് ഔട്ട്പുട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മൂവ്ഡ് ഫ്രം ക്രിപ്റ്റിക് ബൈനറി മെഷീൻ ലാംഗ്വേജ് ടു സിംബോളിക് ഓർ അസംബ്ലി ലാംഗ്വേജ്. അതായത് ആ ബൈനറിയിൽ നിന്ന് സീറോസ് ആൻഡ് വൺസിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് സിംബോളിക് ലാംഗ്വേജിൽ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ കൊണ്ടുവന്ന് നിർത്തി. നമുക്കറിയാം അസംബ്ലി ലാംഗ്വേജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വിച്ച് അലൗഡ് പ്രോഗ്രാമേഴ്സ് ടു സ്പെസിഫൈ ഇൻസ്ട്രക്ഷൻ ഇൻ വേർഡ്. മറ്റേതെന്തായിരുന്നു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെറും ബൈനറിയിലായിരുന്നു കണ്ടിരുന്നത്, ആ സ്ഥാനത്ത് ഇവിടെ ഇൻസ്ട്രക്ഷൻ്റെ വേർഡിലാക്കി മാറ്റി. അപ്പോൾ നമുക്ക് യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായി മാറി. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേർ ആൾസോ ബീങ് ഡെവലപ്ഡ് അറ്റ് ദിസ്. ഈ ടൈമിൽ തന്നെ സെക്കൻഡ് ജനറേഷൻ്റെ ടൈമിൽ തന്നെ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സച്ച് ആസ് ഏർലിയർ വേർഷൻ ഓഫ് കൊബോൾ, ഫോർട്രാൻ. ഇതൊക്കെ കൊബോളും ഫോർട്രാനൊക്കെ എന്താണ് ആ സമയത്ത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ജനറേഷൻ തന്നെ. അതിൽ കാര്യമായിട്ട് യൂസ് ചെയ്തിരുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിലും എന്താണ് സെക്കൻഡ് ജനറേഷൻ തന്നെ എന്താണ് കൊബോൾ, ഫോർട്രാൻ എന്നുപോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ഓൾസോ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് സ്റ്റോർഡ് ദെയർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദെയർ മെമ്മറി. നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത് ഈ സെക്കൻഡ് ജനറേഷനിൽ, അതായത് മെമ്മറി എന്നുള്ളൊരു ഓപ്ഷൻ. വിച്ച് മൂവ്ഡ് ഫ്രം എ മാഗ്നറ്റിക് ഡ്രം ടു മാഗ്നറ്റിക് കോർ. മാഗ്നറ്റിക് ഡ്രം ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്ന ആദ്യകാലത്തിൽ, അതിൽ നിന്ന് മാഗ്നറ്റിക് കോറിലോട്ട് മാറ്റം വന്നത് ഈ സെക്കൻഡ് ജനറേഷനിലാണ്. ദെൻ ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ ദിസ് ജനറേഷൻ വാസ് ഡെവലപ്ഡ് ഫോർ അറ്റോമിക് എനർജി ഇൻഡസ്ട്രി. അറ്റോമിക് എനർജി ഇൻഡസ്ട്രിയാണ് ഫസ്റ്റ് ജനറേഷൻ. ഇതിലത്തെ ജനറേഷൻ സെക്കൻഡ് ജനറേഷനത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടറിനെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ഈസ് IC. 1964 to 1971 വരെ 1964 to 1971 വരെയാണ് എന്ത് ICയുടെ കാലം അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ്റെ കാലം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് വാസ് എ ഹോൾമാർക്ക് ഓഫ് ദെയർ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഈ തേർഡ് ജനറേഷൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു ICs ആയിരുന്നു. നമുക്ക് IC എന്നുള്ളതായിരുന്നു നമുക്കൊക്കെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അറിയാൻ തുടങ്ങും. മറ്റേ വാക്വം ട്യൂബ്സും മറ്റേ ഇതൊന്നും എന്താ ട്രാൻസിസ്റ്ററൊന്നും അത്രത്തോളം അറിയില്ലായിരുന്നു. പക്ഷേ IC മുതലൊക്കെ കുറേയൊക്കെ അറിഞ്ഞു തുടങ്ങിയത്, കമ്പ്യൂട്ടറിനെ അറിയാൻ തുടങ്ങിയത് ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കാലഘട്ടത്തിലാണ്. അപ്പം എന്തായാലും തേർഡ് ജനറേഷൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് തന്നെ IC ആയിരുന്നു. ട്രാൻസിസ്റ്റേഴ്സ് വർ miniaturized and placed on silicon chip called semiconductor.
ഈ ട്രാൻസിസ്റ്ററിനൊക്കെ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തിട്ട് മിനിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ അതിനൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ചെറുതാക്കിക്കാണ്ട് കുറേ ട്രാൻസിസ്റ്റേഴ്സിന് ഒരുമിച്ചുണ്ടാക്കും. എന്തിമേ, ഒരു സിലിക്കോൺ ചിപ്പ്. ആ സിലിക്കോൺ ചിപ്പ് എന്താണ്, സെമി കണ്ടക്ടർ ആയിരുന്നു. ഓക്കെ, സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഒരു സിലിക്കോൺ ചിപ്പിൻ്റെ നെറുവിൽ എന്താണ് ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഇൻകൊള്ളിക്കും. അതിനെയാണ് ICs എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും IC, ഫോണിൻ്റെ IC, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ICയിലൊക്കെ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വിച്ച് ഡ്രാസ്റ്റിക്കലി ഇൻസ്റ്റഡ് ദ സ്പീഡിൽ ഒരുപാട് മാറ്റം വരുത്തിയത്, ഹൈ സ്പീഡാക്കി മാറി തുടങ്ങി. ആസ് കമ്പയർഡ് ടു സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് വെച്ചാൽ ഹൈ സ്പീഡായി മാറി. ദെൻ എഫിഷ്യൻസി ഓഫ് കമ്പ്യൂട്ടറിൻ്റെ എഫിഷ്യൻസി കൂടി. ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആൻഡ് അതർ ഇലക്ട്രോണിക് കോമ്പണൻസ് ഓൺ എ സിംഗിൾ ക്രിസ്റ്റൽ. ഒരു സിംഗിൾ ക്രിസ്റ്റൽ ഇതിൽ സെമി കണ്ടക്ടറിൽ എന്ത് വന്നു, സിലിക്കോൺ കണ്ടക്ടറിൽ അല്ലെങ്കിൽ സിലിക്കോൺ ചിപ്പിൽ എന്ത് വന്നു, തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളിച്ച്, അത് കൂടാതെ കുറേ ഇലക്ട്രോണിക് കോമ്പോണൻസ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നു. അതായിരുന്നു IC. The cumulative effect of this was the emergence of extremely powerful CPU. അവിടെ എന്താണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു CPU ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള CPU ആ കാലഘട്ടത്തിൽ വന്നു. ഇൻസ്റ്റെഡ് ഓഫ് CPU എങ്ങനെ വന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഇവിടെ ICs ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. മറ്റേത് എന്തായിരുന്നു, വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, അതിൽ നിന്ന് മാറിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് വെച്ചിട്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് പഞ്ച് കാർഡ് ആൻഡ് പ്രിൻ്റ് ഔട്ട്, പഞ്ച് കാർഡും പ്രിൻ്റ് ഔട്ടും ആയിരുന്നു മുമ്പത്തെ രണ്ടെണ്ണത്തിലും യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, യൂസർ ഇൻട്രാക്റ്റഡ് വിത്ത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ത്രൂ കീബോർഡ് ആൻഡ് മോണിറ്റർ. കീബോർഡും മോണിറ്ററും ഒക്കെ യൂസ് ചെയ്ത്, ഇൻപുട്ടിന് വേണ്ടിയിട്ട് കീബോർഡ് യൂസ് ചെയ്തു, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് മോണിറ്റർ യൂസ് ചെയ്തു. ദെൻ എന്താണ്, അതുകൂടാതെ ഇൻ്റർഫേസ് വിത്ത് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്, തേർഡ് ജനറേഷൻ. വിച്ച് അലൗഡ് ദ ഡിവൈസ് ടു റൺ മെനി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നുകൊണ്ട് തന്നെ എന്താണ്, ഒരു അറ്റ് വൺ ടൈം വിത്ത് എ സെൻട്രൽ പ്രോഗ്രാം ദാറ്റ് മോണിറ്റേർഡ് ദി മെമ്മറി. അതായത് ഒറ്റ ടൈമിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ അലൗഡ് ആയി തുടങ്ങി. ദെൻ കമ്പ്യൂട്ടർ ഫോർ ദി ഫസ്റ്റ് ടൈം ബിക്കം ആക്സസിബിൾ ടു എ മാസ് ഓഡിയൻസ് ബിക്കോസ് ദേ വാസ് സ്മാളർ ആൻഡ് ചീപ്പർ ദാൻ ദെയർ പ്രൊഡ്യൂസർ. നമ്മൾ ഈ മറ്റ് രണ്ട് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷനെയും തേർഡ് ജനറേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു മാസ് ഓഡിയൻസിനെ തന്നെ കിട്ടി. തേർഡ് ജനറേഷനിൽ ഫസ്റ്റ് ജനറേഷനെയും സെക്കൻഡ് ജനറേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ജനറേഷന് ഒരു മാസ് ഓഡിയൻസിനെ കിട്ടി. കാരണം എന്താ വെച്ചാൽ സ്മോളർ ഇൻ സൈസായി, ചെറിയ സൈസായി, അതുപോലെ തന്നെ എന്താണ്, ദർ ചീപ്പറായി ആസ് കമ്പയർ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. കമ്പയർ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോളറും ചീപ്പറും ആയി. അതുകൊണ്ട് തന്നെ ഒരു മാസ് ഓഡിയൻസിനെ അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് ജനറേഷൻ, നമ്മളുടെ കാലഘട്ടം വന്നത് ഫോർത്ത് ജനറേഷൻ, മൈക്രോ പ്രൊസസ്സർ അല്ലേ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മൈക്രോ പ്രൊസസ്സർ വെച്ചിട്ടല്ലേ. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ വന്ന് തുടങ്ങിയത് എന്താണ്, ഫോർത്ത് ജനറേഷനാണ്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത് 1971 മുതൽ പ്രസൻറ്റ് ഇപ്പോഴും മുഴുവൻ എന്താണ്, മൈക്രോ പ്രൊസസ്സറാണ്. അന്നത്തെ മൈക്രോ പ്രൊസസ്സർ ഇന്നത്തെ മൈക്രോ പ്രൊസസ്സറും ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്, ഇപ്പോഴൊക്കെ എന്താണ് നമ്മളുടെ പ്രോസസ്സർ എന്ന് പറയുന്നത്, CPU എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ പ്രൊസസ്സർ തന്നെയാണ്. അപ്പോൾ 1971 മുതൽ പ്രസൻറ്റ് വരെ എന്താണ്, പ്രസൻറ്റ് എന്ന് വെച്ചാൽ എന്നാണോ നമ്മളിപ്പോൾ എപ്പോഴാണ് വെച്ചെങ്കിലും പറയുമ്പോൾ എന്താണ്, അത് പ്രസൻറ്റാണ്. സോ അതുവരെ എന്താണ്, അത് മൈക്രോ പ്രൊസസ്സർ തന്നെയാണ്, ഫോർത്ത് ജനറേഷൻ തന്നെയാണ്. ദി മൈക്രോ പ്രൊസസ്സർ brought the fourth generation of computer as thousands of integrated circuit were built on a single silicon chip. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ICയിൽ എന്താണ്, തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു എന്നാണ്. എന്നാൽ ഇവിടെ എന്താണ്, ഒരു സിലിക്കോൺ ചിപ്പിൽ തന്നെ തൗസൻഡ്സ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ എന്താണ്, ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്ന ആ ചിപ്പിൽ ഒരുപാട് ICs ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ മൈക്രോ പ്രൊസസ്സർ കണ്ടുകൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് കാണാൻ അവസരം ഉണ്ടാവും, ഞാൻ കാണിച്ചു തരേണ്ടത് അതിന് കോളേജിൽ നിന്ന്. മൈക്രോ പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്, മൈക്രോ പ്രൊസസ്സർ ഒരു ചെറിയൊരു സിലിക്കോൺ ചിപ്പായിരിക്കും. ആദ്യം എന്താണ്, ഒരുപാട് ICs ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ദെൻ എന്താണ്, വാട്ട് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ ഫില്ലഡ് ആൻ എൻറ്റയർ റൂം. ഫസ്റ്റ് ജനറേഷനിൽ ഒരു റൂം തന്നെ ഫില്ല് ചെയ്തിരുന്ന കമ്പ്യൂട്ടറിനെ ഫിറ്റ് ഓൺ ദി പാം ഓഫ് ദി ഹാൻഡ്, നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറാക്കി മാറ്റി. ഏത്, ഫോർത്ത് ജനറേഷൻ.
അപ്പോൾ ഒന്ന് മനസ്സിലാക്കി എത്രത്തോളം ആ ജനറേഷൻ്റെ ഗ്യാപ്പ് നോക്കി നോക്കുക. ഫസ്റ്റ് ജനറേഷനിൽ ഒരു റൂമിൽ ഒരു ബിൽഡിങ്ങിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടറായിരുന്നു. ആ സാധനത്തിന് നമ്മളെ പാം ഓഫ് ദി ഹാൻഡ്, ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ കൊണ്ടുവന്നു ഫോർത്ത് ജനറേഷൻ ആയപ്പോൾ. ദ ഇൻറ്റൽ 4004 ചിപ്പ് ഡെവലപ്ഡ് ഇൻ 1971. അതായത് ഇൻറ്റൽ 4004 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രൊസസ്സറാണ്. ആ ചിപ്പാണ് 1971 ഫസ്റ്റായിട്ട് ഒരു മൈക്രോ പ്രൊസസ്സറായിട്ട് ഇറക്കി തുടങ്ങിയത്. ലൊക്കേറ്റഡ് ഓൾ ദി കോമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ, എല്ലാ കമ്പ്യൂട്ടറിനെയും ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇറക്കില്ല. ഫ്രം ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾസ് ഓൺ എ സിംഗിൾ ചിപ്പ്. എല്ലാ കൺട്രോളും ആ ചിപ്പിന് കൊടുത്തുകൊണ്ട് മെമ്മറിയെ കൺട്രോൾ ചെയ്യാൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ, എല്ലാ കൺട്രോളിങ്ങും കൊടുത്തിട്ടുള്ള ഒരു ചിപ്പ് ഫസ്റ്റ് ഇറക്കിയത് 1971. ഇൻ 1981 ഇതാണ് 4004 എന്ന് പറയുന്ന ചിപ്പ് 1971 ഫസ്റ്റ് ഇറക്കിയത്. അത് എന്താണ്, എല്ലാ കൺട്രോളിങ്ങും അതിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം 1981 IBM ഇൻട്രൊഡ്യൂസ് ഇറ്റ്സ് ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫ്രം ഹോം യൂസർ. അതായത് നമ്മളുടെ വീട്ടിൽ PC ഒക്കെ ആയിട്ട് വരുന്ന കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടർ ഇറങ്ങി തുടങ്ങിയത് 1981 IBM ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ 1984 ആപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് മാക്കിൻടോഷ്. ആപ്പിളാണ് മാക്കിൻടോഷ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ മൈക്രോ പ്രൊസസ്സർ ആൾസോ മൂവ്ഡ് ഔട്ട് the real of desktop computer and into many area of life. More and more everyday products began to use microprocessor. പിന്നെന്താണ് അതിനുശേഷം വന്നതൊക്കെ നമ്മളെന്താണ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, നമുക്ക് സ്ഥിരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് അതിനുശേഷം ഈ ഫോർത്ത് ജനറേഷനിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ദെൻ ആസ് ദി സ്മോൾ കമ്പ്യൂട്ടേഴ്സ് ബിക്കം മോർ പവർഫുൾ. അന്നത്തെ കാലത്ത് എന്താണ് ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, സ്മോൾ കമ്പ്യൂട്ടറാണ്, പക്ഷെ എന്താണ് മോർ പവർഫുൾ ആണ്. Then could linked together form network ഉണ്ട്, which eventually led to the development of the internet എന്ന് പറയുന്ന സംഭവം അതിൽ അപ്ലിക്കബിൾ ആയി തുടങ്ങി. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഓൾസോ സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് GUI, ദി മൗസ് ആൻഡ് ഹാൻഡിൽഡ് ഡിവൈസസ്. GUI എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അതായത് യൂസർക്ക് ഒരു കമ്പ്യൂട്ടറിൽ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യാൻ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന സാധനങ്ങളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ടുള്ള, കാരണം യൂസർക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ, ഒരു ഡിഫിക്കൽട്ട് ഇല്ല. ഒരു സാധാരണ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾ പോലും വന്നു കഴിഞ്ഞാൽ ഇന്നത് അതിൽ ചെയ്താൽ ഇന്ന് പോകാൻ പറ്റും, ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിലാണ്. അതിനാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് GUI ഓർത്ത് വെച്ചോണം. GUI എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ദെൻ ലാസ്റ്റ് പറയുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്. ചില ഇതിൽ ഇയർ ഉണ്ടാവും, മറ്റേതിൽ എന്താണ് ഫോർത്ത് ജനറേഷനിൽ കൊടുത്ത ഒരു ഇയറും കൂടെ ചേർത്തിട്ട് ഇതിൽ പറയും. അങ്ങനെയാണ് വരാറുള്ളത്. ചിലതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മളെ ബുക്കിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പ്രസൻറ്റ് നമ്മളിപ്പോൾ നടക്കുന്നതൊക്കെ എന്താണ്, നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫിഫ്ത്ത് ജനറേഷൻ കാലഘട്ടത്തിലാണ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിനെ ബേസ് ചെയ്തിരുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നിങ്ങൾക്കറിയില്ലേ, ഒരു യൂസറിൻ്റെ ബുദ്ധി, ഒരു മനുഷ്യൻ്റെ ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതിലുള്ളത്. ആ സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് ത്രൂ then there are many some applications such as voice recognition that are being used today. The use of parallel processing and superconductors is helping to make artificial intelligence in reality. Quantum computing and molecular and nanotechnology will radically change the face of computers in year to come. The goal of fifth generation computing is to develop devices that respond to natural language input and are capable of learning and self-organization. ഞാൻ ഒറ്റയടിക്കും വായിച്ചു വിട്ടു, അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രമേ ഉള്ളത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താ വരുന്നത് വെച്ചാൽ ഫിഫ്ത്ത് ജനറേഷനിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ്, നമ്മളുടെ ലാംഗ്വേജ് മലയാളം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും അതിന് കമ്പ്യൂട്ടർ റെസ്പോണ്ട് ചെയ്യും. ഒരു സാധനം, ഒരു ഡിവൈസിനോട് നമ്മൾ മലയാളത്തിൽ പറയുകയാണ്, അപ്പോൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് അതൊക്കെ.
ദെൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. നമുക്ക് വോയിസ് നമ്മൾ ഇപ്പം ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ അതൊക്കെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ചെയ്തു തുടങ്ങുക. അത് വന്നു കഴിഞ്ഞാൽ കുറേ അപകടങ്ങളുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനെന്ന് പറഞ്ഞാൽ സിനിമയിൽ എന്താണ് ഒരു റോബോട്ടിന് എന്താണ് റിയൽ ലൈഫുമായിട്ട് അതിന് എന്താണ് ശരിക്കുള്ള ഒരു ഫീലിങ്സ് വരികയാണ്. ആ ഫീലിങ്സ് വരുമ്പോഴോടുകൂടി എന്താവും, അത് ശരിക്കൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിന് ഒരു ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പഠിപ്പിക്കുന്നത്. നമ്മളെ 5th ജനറേഷൻ അത് തന്നെയാണ് കാലഘട്ടം നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് റോബോട്ടിക്സ് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധി അങ്ങനെ അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉപകാരത്തിൽ കൂടുതൽ അപകടങ്ങൾ വരുന്നൊരു കാലഘട്ടം കൂടിയായി മാറാൻ പോവുകയാണ് നമ്മളുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അത് പോകും തോറും ബിയോണ്ട്, പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നാളെ പോകും തോറും എന്താണ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉയർന്നു വരികയേ ചെയ്യുന്നുള്ളൂ. അത് അപകടത്തിലോട്ട് ലാസ്റ്റ് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ആകുന്ന നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ജനറേഷൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നോട്ട് എഴുതി വെക്കുക, ദെൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.